പി.കെ. മാത്യു ഏറ്റുമാനൂർ എഴുതിയ ലേഖനത്തിൽ മാർത്തോമ കുരിശ് ക്രിസ്തുവിരുദ്ധർ ഉയർത്തിയ പെർഷ്യൻ കുരിശാണെന്ന് വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനം ഇപ്രകാരമാണ്: സുവിശേഷത്തിലെ യേശു കുരിശിൽ മയങ്ങിക്കിടന്നതല്ലാതെ മരിച്ചിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തെ തൻ്റെ പക്കലേക്ക് ഉയർത്തി എന്ന് 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഖുറാൻ പറയുന്നു. ഖുറാൻ്റെ 7:156-157. പേർഷ്യയിൽ പ്രചരിച്ചിരുന്ന ഈ ആശയം 3-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ ജനിച്ച മാനി ആവിഷ്കരിച്ചതാണ്. അതിൻ്റെ റഫറൻസ് ഗെത്സേമൻ തോട്ടത്തിലെ തൻ്റെ പ്രാർത്ഥനയും മാലാഹിയുടെ സന്ദേശവും എന്ന ഗ്രന്ഥത്തിലുണ്ട്. അവസാന നിമിഷത്തിൽ കുരിശുമരണത്തിൽ നിന്നും പിന്മാറാൻ അനുമതി വാങ്ങിയ യേശു കുരിശിൽ മയങ്ങിക്കിടന്ന് രക്ഷപ്പെട്ടുവെന്നും 40-ാം ദിനം പിതാവായ ദൈവം യേശുവിനെ തന്നിലേക്ക് ഉയർത്തിയെന്നുമായിരുന്നു മാനിയുടെ വെളിപ്പെടുത്തൽ. അങ്ങനെ മുടങ്ങിപ്പോയ രക്ഷാകര ദൗത്യം അഥവാ കുരിശുമരണം മൂലം പൂർത്തീകരിക്കാൻ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അവതാരമാണ് താനെന്ന് മാനി അവകാശപ്പെട്ടു. കുരിശുമരണം മൂലം ലോകത്തെ രക്ഷിച്ച യഥാർത്ഥ രക്ഷകൻ മാനി എന്ന് അദ്ദേഹം സ്ഥാപിച്ച മാനിക്കേയ മതത്തിൽ ചേർന്നവർ വിശ്വസിച്ചു. പേർഷ്യയിൽ ഉത്ഭവിച്ചതുകൊണ്ട് കേരളത്തിൽ ഈ മതം പേർഷ്യൻ മതം എന്നറിയപ്പെട്ടു. സുവിശേഷത്തിലെ പ്രാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതിരൂപമായി മാനിയും അംഗീകരിച്ചതുകൊണ്ട് മാനിക്കേയ മതസ്ഥർ മാനിയെ പ്രാവിൻ്റെ രൂപത്തിൽ ആരാധിച്ചിരുന്നു. രക്ഷാകര പ്രക്രിയയ്ക്ക് വേണ്ടി കുരിശുമരണം വരിച്ച മാനിയെ സ്മരിച്ചുകൊണ്ട് തൻ്റെ അനുയായികൾ ഉയർത്തിയ പ്രാവോടുകൂടിയ കുരിശ് പേർഷ്യൻ കുരിശ് എന്ന പേരിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. 4-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ കുടിയേറിയ മാനിക്കയൻ മതസ്ഥർ 7-ാം നൂറ്റാണ്ടിൽ തങ്ങളുടേതായ പള്ളിയും കുരിശും കൊടുങ്ങല്ലൂരിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന നെസ്തോറിയൻ സഭയായി രൂപാന്തരപ്പെട്ട കേരളത്തിലെ സെലൂഷ്യൻ ക്രൈസ്തവ സുറിയാനി സഭയിലേക്ക് കേരളത്തിൽ വന്നുകൂടിയ മാനിക്കേയ മതസ്ഥർ മാർഗം കൂടുകയാൽ പേർഷ്യൻ കുരിശിൻ്റെ ഉടമകളായ ഇന്നാട്ടിലെ കുടിയേറ്റക്കാരായ മാനിക്കേയൻ മതസ്ഥർക്കും അവരുടെ കുരിശിനും ക്രൈസ്തവ പശ്ചാത്തലം സൃഷ്ടിക്കാനുള്ള പോർച്ചുഗീസുകാരുടെ പരിശ്രമം ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത്. ഇവർ മാർഗ്ഗക്കാർ എന്നറിയപ്പെട്ടിരുന്നതുകൊണ്ട് അവർ കേരളത്തിൽ വന്നതിൽ പിന്നെ ക്രൈസ്തവ മാർഗം സ്വീകരിച്ചവരെന്ന് വ്യക്തമാകുന്നു. മാർഗ്ഗക്കാർക്ക് പഴയ ക്രിസ്ത്യാനികൾ വൈദിക പട്ടം നിഷേധിച്ചിരുന്നു. ഗോവൻ മെത്രാപ്പോലിത്ത മെനേസിസ് കുറേ മാർഗ്ഗക്കാർക്ക് വൈദിക പട്ടം നൽകിയതിൻ്റെ പേരിൽ കടുത്തുരുത്തി കേന്ദ്രമാക്കി ഒരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. മെത്രാപ്പോലിത്ത കടുത്തുരുത്തിയിൽ വന്ന് സ്ഥലത്തെ സമുദായ പ്രമുഖരെ വിളിച്ചു വരുത്തി സമ്മാനങ്ങൾ നൽകിയ ശേഷം സന്ധി സംഭാഷണം നടത്തിയ ശേഷമാണ് ഈ നവവൈദികർക്ക് പള്ളികളിൽ പ്രവേശനം അനുവദിച്ചത്. വൈക്കം താലൂക്ക് ഉൾപ്പെടുന്ന വടക്കുംകൂർ രാജ്യം കീഴടക്കി പോർച്ചുഗീസുകാർ കടുത്തുരുത്തി കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന കാലഘട്ടമായിരുന്നതുകൊണ്ടാണ് പഴയ ക്രിസ്ത്യാനികൾ കീഴടങ്ങിയത്. അതുപോലെ തന്നെ മൈലാപ്പൂർ കുരിശ് രക്തം വിയർത്ത തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി പോർച്ചുഗീസുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പേർഷ്യൻ കുരിശിൻ്റെ മാതൃകകൾ ഉണ്ടാക്കിയത് അവരാൽ ഭരിക്കപ്പെട്ടിരുന്ന വടക്കുംകൂർ രാജ്യാതിർത്തിയിലുള്ള പള്ളിക്കാരിൽപ്പെട്ടവരാണ്. ഇവർ നിർമ്മിച്ച കുരിശുകളിൽ പ്രാവിന് പകരം തീനാക്കുകളാണ് ഉള്ളത്. പ്രാവുകളോടുകൂടിയ കുരിശ് മാനിക്കേയൻ കുരിശാണ് എന്ന മുന്നറിയിപ്പ് ഇന്നാട്ടിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മൈലാപ്പൂരിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട കുരിശ് തീനാക്കുകളോട് കൂടിയവയാണെന്ന് പോർച്ചുഗീസുകാർ കള്ളം പറയുകയും അത്തരമൊരു കുരിശ് കൂടി കോട്ടയം വലിയ പള്ളിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. തോമാസ് ലീഹായുടേത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കബറിടം കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്നു. മാർക്കോ പോളോവിൻ്റെ സഞ്ചാരകഥകളിൽ ഇപ്രകാരം പറയുന്നു: തോമസ് പുണ്യവാളൻ്റെ ശവകുടീരം ഇവിടെ നിന്ന്, അതായത് കൊടുങ്ങല്ലൂർ തുറമുഖത്തു നിന്ന് വളരെ അകലെയല്ല. സെൻറ് തോമസ് വധിക്കപ്പെട്ട സ്ഥലത്തെ മണ്ണിൻ്റെ നിറം ചുവപ്പാണ്. 1288 ഞാൻ അവിടം സന്ദർശിക്കുമ്പോഴും അവിടുത്തെ മണ്ണിൻ്റെ നിറം ചുവപ്പായിരുന്നു. ഈ മണ്ണ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. തലമുറകൾ കൈമാറിക്കൊണ്ടിരുന്ന നമ്മുടെ ഈ ചരിത്രഭാഗം പോർച്ചുഗീസുകാർ തമസ്കരിച്ച ശേഷമാണ് മൈലാപ്പൂരെ ഒരു ശവകുടീരം തോമാസ് ലീഹായുടേതെന്നും അവർ പ്രചരിപ്പിച്ചത്. ഈ സ്ഥലത്തിന് 5-8 കിലോമീറ്റർ അകലെയുള്ള ചിന്നമലയിൽ വെച്ച് സ്ലീഹ കുത്തേറ്റെന്നും മരണാസന്നനായ സ്ലീഹ 3 കിലോമീറ്റർ ദൂരം ഓടി പെരിയമലയുടെ ഉച്ചിയിൽ കയറി താൻ കൊത്തിയുണ്ടാക്കി വെച്ചിരുന്ന കുരിശിൽ പിടിച്ച് മരണമടഞ്ഞു എന്നതുമാണ് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ചരിത്രങ്ങൾ. ഈ ചരിത്രഭാഗങ്ങൾ തികച്ചും അവിശ്വസനീയമാണെന്ന് ചരിത്രകാരൻ ഡോക്ടർ മത്യാസ് മുണ്ടാടൻ പറയുന്നു. തങ്ങളുടെ നാഥനെ വധിച്ച കുരിശ് പേർഷ്യക്കാർക്ക് നികൃഷ്ട വസ്തുവായിരുന്നു എന്നതാണ് സത്യം.
ഈ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾ സംരക്ഷിച്ചു വന്നിരുന്ന കൊടുങ്ങല്ലൂരെ മാർത്തോമാ ശ്ലീഹായുടെ കബറിടം പോർച്ചുഗീസുകാർ നശിപ്പിച്ചതും നമ്മുടെ പൈതൃകമായ ചരിത്രഭാഗങ്ങൾ തമസ്കരിച്ചതും. ഭൂവിഭാഗങ്ങൾ വെട്ടിപ്പിടിക്കാനും വരുമാനമുണ്ടാക്കുവാനുമായി കള്ളക്കഥകൾ നിർമ്മിക്കുന്ന പാരമ്പര്യമാണ് കത്തോലിക്കാ സഭയ്ക്കുള്ളത്. മാടത്തെരുവിയിൽ വെച്ച് വധിക്കപ്പെട്ട മറിയക്കുട്ടിയുടെ ഘാതകൻ ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം തന്നെയെന്ന് ചങ്ങനാശ്ശേരി അരമന കോടതി വിധിയെഴുതിയതാണ്. അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊണ്ട് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും അരമന കോടതി വിധി തിരുത്തിയില്ല. അതിരമ്പുഴ കേന്ദ്രമാക്കി ഒരു വൈദിക ലോബി അദ്ദേഹത്തെ കാര്യസാധ്യതയ്ക്കുള്ള മധ്യസ്ഥനാക്കി സ്ത്രീപീഡന കേസുകളിൽ ഉൾപ്പെടുന്നവരുടേതാകാം എന്ന് കരുതപ്പെടുന്നു. അങ്ങനെ അവതരിപ്പിച്ച് വരുമാനമുണ്ടാക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. അതിരമ്പുഴ പാരിഷ് ബുള്ളറ്റിൻ സൗജന്യമായി വിതരണം ചെയ്യുന്നത് വൈദിക ലോബിയുടെ കള്ളക്കഥകൾ വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം സത്യമെന്നറിഞ്ഞ ശേഷവും അതിനോട് മറുതലിക്കുന്ന ദോഷങ്ങളിൽപ്പെട്ട പാപമാണ് ഈ വൈദിക ലോബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ജാതി വ്യവസ്ഥ നിലവിൽ വരുമ്പോൾ കൃഷിയിലും കച്ചവടത്തിലും മികച്ചു നിന്നിരുന്ന മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് വൈശ്യർക്കൊപ്പമുള്ള സ്ഥാനമാനങ്ങൾ നൽകി. അതിനുശേഷം ക്രൈസ്തവ മാർഗം സ്വീകരിക്കുന്നവർക്ക് ഈ ആനുകൂല്യം കൊടുക്കാതിരിക്കാൻ അവരെ മാർഗ്ഗക്കാർ എന്ന ജാതിപ്പേര് നൽകി മാറ്റി നിർത്തിയിരുന്നു. അതുകൊണ്ടാണ് മാർഗം കൂടിയ മാനിക്കേയ മതസ്ഥരെ മാർഗ്ഗക്കാരായി അറിയപ്പെട്ടിരുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ക്നായ്ത്തോമായുടെ നേതൃത്വത്തിൽ വന്ന സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ചേരരാജാവിൽ നിന്നും ചെപ്പേടിൽ എഴുതി വാങ്ങിയ പദവികൾ മാത്രമാണ് അനുഭവിപ്പാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഇവർ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെട്ടിരുന്നു. പഴയ സർക്കാർ റെക്കോർഡുകളിൽ മേൽപ്പറഞ്ഞ 3 വിഭാഗം ക്രൈസ്തവരെ പറ്റി, അതായത് മാർത്തോമക്കാർ, സുറിയാനിക്കാർ, മാർഗ്ഗക്കാർ എന്നിങ്ങനെ 3 പരാമർശങ്ങളുണ്ട്. ചരിത്രപരമായ വിഡ്ഢിതം നോക്കാം. ക്രൈസ്തവ കുരിശിന് ബദലായി മാനിക്കേയ മതസ്ഥർ ഉയർത്തിയ പേർഷ്യൻ കുരിശ് ക്രൈസ്തവർക്കെന്നും ഭീഷണി തന്നെയായിരുന്നു. കൽദായവാദികൾ പേർഷ്യൻ കുരിശിന് മാർത്തോമാ കുരിശെന്ന് മൊഴിമാറ്റം നടത്തിയെങ്കിലും അത് ക്രിസ്തുവിനെ അവഹേളിക്കുന്ന കുരിശ് തന്നെയാണ്. അത് തിരിച്ചറിയാനുള്ള ചരിത്ര വിജ്ഞാനം നമ്മുടെ നാട്ടിൽ കൽദായവാദികൾക്കില്ല. അത് ഖേദകരമാണ്. പഴയ നിയമ പാരമ്പര്യവാദികളായ അവർ ക്രിസ്തു നിഷേധികളാണ്. അവർ കാട്ടിക്കൂട്ടിയ ചരിത്രപരമായ വിഡ്ഢിത്തത്തിൻ്റെ പേരിൽ സഭയിൽ നടക്കുന്ന കോലാഹലങ്ങളും അന്തഛിദ്രങ്ങളും കെട്ടടങ്ങണമെങ്കിൽ ഈ കുരിശിനെ നിരോധിക്കാനുള്ള വിവേകം നമ്മുടെ സിനഡ് പ്രകടിപ്പിക്കണം. കൽദായവാദികളുടെ വിദണ്ഡവാദങ്ങളെ ചരിത്രപരമായി നേരിടാൻ ഭയപ്പെടുന്നവരാണ് സഭയുടെ കേന്ദ്ര നേതൃത്വം. കേരളത്തിൽ 2 പേർഷ്യൻ സംഘങ്ങൾ കുടിയേറി പാർത്തിട്ടുണ്ടെന്നും അതിൽ പേർഷ്യൻ കുരിശുമായി വന്നുകൂടിയ ആദ്യ സംഘത്തിൽപ്പെട്ടവർ മാനിക്കേയൻ മതസ്ഥരായിരുന്നുവെന്നും സുപ്രസിദ്ധ ചരിത്ര ഗവേഷകൻ ഡോക്ടർ AC ബെർണൽ അഭിപ്രായപ്പെടുന്നു. ഈ കുടിയേറ്റ സംഘം താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന കോളനി മണിഗ്രാമം എന്നറിയപ്പെട്ടിരുന്നത് ആ ഗ്രാമവാസികൾ മാനിയുടെ അനുയായികളായിരുന്നതുകൊണ്ടാണെന്ന് ചരിത്ര ഗവേഷകൻ ഡോക്ടർ ഹുണ്ടർട്ട് അഭിപ്രായപ്പെടുന്നു. സർ HM എലിയഡിനും ഇതേ അഭിപ്രായമാണുള്ളത്. ക്നായ്ക്കാരുടെ മാർഗം കളിപ്പാട്ടിലാണ് പേർഷ്യൻ കുരിശുമായി വന്നവരുടെ ചരിത്രം പരാമർശിക്കുന്നത്. ഈ പാട്ട് പോർച്ചുഗീസുകാർക്ക് മാറി എഴുതിയെങ്കിലും ചരിത്ര സത്യങ്ങൾ പലതും തമസ്കരിക്കപ്പെട്ടിട്ടില്ല. ക്നാനായിക്കാർ പേർഷ്യയിലുണ്ടായിരുന്ന കാനു വംശജരാണ്. ആദ്യത്തെ മാനിക്കേയൻ കുടിയേറ്റ സംഘത്തിലും രണ്ടാമത്തെ സുറിയാനി ക്രൈസ്തവർ കുടിയേറ്റ സംഘത്തിലും കാനു വംശജരുണ്ടായിരുന്നു. അവർ വംശശുദ്ധിയുടെ നിഷ്കർഷമുള്ളവരായിരുന്നു. അതിപ്പോഴും പിന്തുടരുന്നു. കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന മണിഗ്രാമക്കാരുടെ പള്ളി ഒരു മാനിക്കേയൻ ദേവാലയമായിരുന്നെന്ന് പ്രസ്തുത പള്ളി സന്ദർശിച്ച സുലൈമാൻ എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഈ പള്ളിയും പട്ടണവും ചുട്ടരിക്കിയാൽ തങ്ങൾ കടുത്തുരുത്തിയിലേക്ക് പലായനം ചെയ്തെന്നും പിന്നീടവർ കോട്ടയം ഭാഗത്തേക്ക് മാറി താമസിച്ചെന്നും മാർഗം കളിപ്പാട്ടിൽ പറയുന്നു. ഇക്കൂട്ടർ തനതായി ഒരു പള്ളി 1550 നിർമ്മിക്കപ്പെട്ടതിൽ അവർ കൊണ്ടുവന്ന പേർഷ്യൻ കുരിശ് ഒരു ചരിത്ര സ്മാരകമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കുരിശിനവർ ക്രൈസ്തവ കുരിശിനടുത്ത ബഹുമാനമോ വണക്കമോ നൽകുന്നില്ല. അതൊരു അക്രൈസ്തവ കുരിശാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു എന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. പെരിയമല കൈവശപ്പെടുത്താൻ കടുത്തുരുത്തിയിലെ പേർഷ്യൻ കുരിശ് കൊണ്ടുപോയി. കൊടുങ്ങല്ലൂരിൽ നിന്നും മണിഗ്രാമക്കാർ കൊണ്ടുവന്ന പേർഷ്യൻ കുരിശ് കടുത്തുരുത്തി ക്നാനായ പള്ളിക്ക് പുറത്ത് സൂക്ഷിച്ചിരുന്നു. ഈ കുരിശ് പള്ളിക്കുള്ളിൽ പ്രതിഷ്ഠിക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം പരാജയപ്പെട്ടു.
ഈ കുരിശ് കൈവശപ്പെടുത്തിയതും അത് സൂക്ഷിക്കാൻ കോട്ടയത്തുണ്ടായിരുന്ന മണിഗ്രാമക്കാർക്ക് പള്ളി പണിത് കൊടുത്തതും 1550 പോർച്ചുഗീസുകാരായിരുന്നു. ഈ പേർഷ്യൻ കുരിശിൻ്റെ മാതൃകയിൽ കൊത്തിച്ചെടുത്തതോ കടുത്തുരുത്തിയിൽ കിടന്ന 2 പേർഷ്യൻ കുരിശുകളിൽ ഒരെണ്ണമോ അവർ പെരിയമലയിലേക്ക് കൊണ്ടുപോയി എന്ന് അനുമാനിക്കാനുള്ള സാഹചര്യ തെളിവുകൾ ധാരാളമുണ്ട്. 1547 പെരിയമല പോർച്ചുഗീസുകാർ വിജയഗ്രാമം രാജാവിൽ നിന്ന് കൈവശപ്പെടുത്തിയതാണ്. അതിനായി അവർ ഉന്നയിച്ച ന്യായം അവിടെ നിന്ന് പേർഷ്യൻ കുരിശ് കണ്ടെടുത്തു എന്നതായിരുന്നു. അത് തോമാസ് ലീഹ കൊത്തിയുണ്ടാക്കിയതായിരുന്നു എന്ന് പോർച്ചുഗീസുകാർ വിജയനഗരം രാജാവിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇത്തരം കുരിശുകൾ തോമാസ് ലീഹ നിർമ്മിച്ച് കേരളീയർക്ക് നൽകി എന്ന് വരുത്തി തീർക്കാനായിട്ടായിരുന്നു അവർ കോട്ടയം പള്ളി നിർമ്മിച്ചതും അതിനുള്ളിൽ കടുത്തുരുത്തിയിൽ നിന്ന് സമ്പാദിച്ച പേർഷ്യൻ കുരിശ് സൂക്ഷത്തിന് വെച്ചതും. ഈ പേർഷ്യൻ കുരിശുകൾ പ്രചരിപ്പിക്കുവാനായിരുന്നു പോർച്ചുഗീസുകാർ പെരിയമല കുരിശ് രക്തം വിയർത്ത വാർത്തയുണ്ടാക്കി അതിൻ്റെ സ്മരണയ്ക്ക് പെരുന്നാൾ ഏർപ്പെടുത്തിയത്. പെരുന്നാൾ ആഘോഷിക്കാൻ ചില പള്ളിക്കാർ നിർമ്മിച്ച പേർഷ്യൻ കുരിശുകൾ പോർച്ചുഗീസുകാരുടെ കാലം കഴിഞ്ഞപ്പോൾ ദൂരെ എറിഞ്ഞു. അവ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് വീണ്ടെടുക്കപ്പെട്ടത്. കോട്ടയത്തുള്ള പേർഷ്യൻ കുരിശിൻ്റെ ഉടമകളായിരുന്നവരെ മാനിക്കേയ മതക്കാർ എന്നും മൈനാത്താന്മാർ എന്നും മാനിക്കത്തയന്മാർ എന്നും വടക്കും ഭാഗക്കാർ വിളിക്കുന്ന പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നു. അവർ പണ്ട് പേർഷ്യൻ മതസ്ഥാപകൻ മാനിയുടെ അനുയായികളായിരുന്നപ്പോൾ ഉണ്ടായ പേരാണിത്.